എല്ലാവരും പറയുന്നുണ്ട് ഓണത്തിന് പഴയ പോലെ ഒരു രസമില്ല എന്ന്. നമുക്ക് ഇന്ന് ഒരു രസമുണ്ടാക്കിയാലോ? സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു രസം ആണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ആ രസത്തിന് വേണ്ട ചേരുവകളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇത് ഒരു 150 ഗ്രാം തക്കാളി, 2 പച്ചമുളക്, ഒരു തണ്ട് മല്ലിയില, ഒരു ചെറുനാരങ്ങ മുഴുപ്പിലുള്ള വാളംപുളി എടുത്ത് കലക്കി അരിച്ചു വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഈ തക്കാളി കട്ട് ചെയ്യാം. അത് സ്ലൈസ് ചെയ്താലും മതി. തക്കാളി നമ്മളിത് ഇങ്ങനെ സ്ലൈസ് ചെയ്താൽ മതി. അതിനുശേഷം ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നീളത്തിലിങ്ങനെ കീറി നമ്മൾ ഈ മല്ലിയില അരിഞ്ഞു വയ്ക്കാം. ആദ്യം നമ്മൾ തക്കാളിയും പച്ചമുളകും കൂടി ഒന്ന് വാട്ടി അതൊന്ന് മാടിക്കഴിഞ്ഞ് പുളിവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ മല്ലിയില ഇടുന്നത്. എന്നാലും അരിഞ്ഞു വെച്ചേക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇടുക. ഇതൊന്ന് വാടി കഴിയുമ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കായപ്പൊടി, ഉപ്പ്, ഈ വെളുത്തുള്ളി നമുക്ക് ആ തക്കാളി വാടി വരുമ്പോഴത്തേക്കും ഒന്ന് ചതച്ചങ്ങോട്ട് ചേർക്കാം. ഇത് അരയണ്ട, ശരിക്കും പേസ്റ്റ് ആകേണ്ട കാര്യമില്ല, ചതഞ്ഞാൽ മതി. എത്ര മതി? ഒരു 6 അല്ലി. നമുക്ക് ആ തൊണ്ടോടുകൂടി ചതച്ച വെളുത്തുള്ളി അതിലേക്ക് ചേർക്കാം. ഇത് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇതിപ്പോൾ നമ്മൾ 1 ലിറ്റർ രസമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉണ്ടാക്കാനായിട്ട്. കായപ്പൊടി, ഒരു നുള്ളു കായപ്പൊടി, ഒരു വേപ്പില, നമുക്ക് ഇത്തിരി കുരുമുളക് പൊടി കൂടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും, ഒന്ന് വാടി വരുമ്പോഴത്തേക്കും, ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന പുളി വെള്ളം ഒഴിക്കാം. പുളിവെള്ളം നമ്മൾ ഒഴിച്ചു. അതിനുശേഷം 1 ലിറ്റർ കണക്കാക്കി നമ്മൾ വെള്ളം ചേർക്കും. ഇപ്പോൾ നമ്മുടെ രസം ഏതാണ്ട് അവസാന ഘട്ടത്തിലായിരിക്കണം. നമുക്ക് മല്ലിയില ചേർക്കാം. ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ രസത്തിൻ്റെ കടുക് വറ കൂടി അങ്ങോട്ട് ഇട്ടേക്കാം. അപ്പോൾ നമ്മുടെ കടുക് വറ ചേർത്തിരിക്കുകയാണ്. കടുക് വറയിൽ നമ്മുടെ ഉണക്കമുളക്, കടുക്, വേപ്പില, അത്ര സാധനങ്ങൾ വെച്ച് നമ്മൾ വറച്ച് ചേർത്തിരിക്കുക. ഇതിപ്പോൾ രസം ഉണ്ടാക്കുമ്പോൾ തന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് നമ്മൾ തക്കാളി ഇടുന്നതിന് മുമ്പ് വേണമെങ്കിൽ കടുക് വറുത്തിട്ട് ഇടാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ രസമായി കഴിയുമ്പോൾ കടുക് വറുത്തിടാം. ഈ രസം എല്ലാവർക്കും രസമായി എന്ന് തോന്നുന്നു. ഇത് നിങ്ങൾക്ക് വീട്ടിൽ പരീക്ഷിച്ച് നോക്കാം. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക.